തിരുവട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി ഒരു വട്ടം. ഓമന ടീച്ചർ വന്നില്ല തോന്നുന്നു. ഇല്ല ഇല്ല ഇല്ല, ഓമന ടീച്ചർ വന്നിട്ടില്ല. ഈ പഹയന്മാരെ കൊണ്ട് തോറ്റല്ലോ. ഇവന്മാര് രാവിലെ 100 കൂട്ടം പരിപാടി ഉണ്ടായിരുന്നു. ക്ലാസ്സും തുടങ്ങാറായി. ടീച്ചറായിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുക. ഒരൊറ്റ സ്റ്റുഡൻസ് ഇവിടെ ഇല്ല. എനിക്കാണെങ്കിൽ 100,000 പരിപാടി വീട്ടിലുണ്ടായിരുന്ന. ബെല്ലു അടിച്ചു, പശുവിനെ കുത്തി കൊണ്ടുപോകണം, റേഷൻ കടയിൽ കൊണ്ടുപോകണമായിരുന്നു. 100,000 പരിപാടികളാണ്. ഒറ്റ ഒരുത്തനൊന്നും പഠിക്കണമെന്ന് താല്പര്യമില്ല. എന്തെങ്കിലും 2 അക്ഷരം 4 അക്ഷരം പഠിപ്പിച്ചു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരുത്തനും സ്കൂളിൽ വരാൻ താല്പര്യമില്ല. ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ല. എടാ പ്രാർത്ഥനാകാലം തുടങ്ങാറായി. വേണ്ട അതാ വരുവാ വരുവാ. അഖിലാണ്ട മണ്ഡലമണി എങ്ങോട്ടാ പോകുന്നത്? കേറി വാടാ. അല്ല സാറ് പോവാനല്ലേ പറഞ്ഞേ? ഗെറ്റൗട്ടല്ലേ സാർ പറഞ്ഞ? അല്ല നമ്മൾ ചോദിക്കേണ്ടതായിരുന്നു. ആർക്കും ഒരു കയ്യബദ്ധം പറ്റുമ്പടേ കേറി വാ. എടാ ഇത്ര നേരം നിങ്ങൾ എവിടെയായിരുന്നു? ഇപ്പൊ സമയം എന്തായെന്നാ നിന്റെ വിചാരം? നീ എന്താ ഞാൻ എന്താണ് ഇവിടെ? നിന്റെ കളിപ്പള്ളിയോ? അടി സാറ് വലിയ ചൂടായ ചൂടാവാതെ എന്താണ്? 100,000 പരിപാടി കഴിച്ചിട്ട് ഇവിടെ സ്കൂളിൽ 2 അക്ഷരം പഠിപ്പിക്കാന്ന് വെച്ചോ? എന്താ ഞാൻ മറ്റേ സർല ടീച്ചറിന്റെ കാര്യം അങ്ങ് പറയുവേ. ഞങ്ങൾ തീരുവേ. കുട്ടികളാവുമ്പോ ചിലപ്പോ വൈകും. കുട്ടികളാവുമ്പോ ചിലപ്പോ ക്ലാസ് കട്ട് ചെയ്തൊന്നും ഇരിക്കും. അതൊക്കെ വലിയ കാര്യാക്കാറുണ്ടോ? അല്ല അല്ല, നിന്നോട് ആരാടാ ഇരിക്കാൻ പറഞ്ഞു? എണീക്കടാ. എന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. നീ എന്താടാ ക്ലാസ്സിൽ വരാൻ വൈകിയതാ? സാറേ അത് ഞാൻ ഇന്നലെ പേസ്റ്റ് എടുത്തപ്പോ ഇച്ചിരി രാവിലെ എഴുന്നേറ്റപ്പോ പേസ്റ്റ് എടുത്തപ്പോ ഇച്ചിരി കൂടിപ്പോയി സാറേ. പേസ്റ്റ് എടുത്തപ്പോ കൂടിപ്പോയിന് ക്ലാസ്സിൽ വരാൻ വൈകുന്നത് എന്തിനാടാ? എന്റെ പൊന്നു സാറേ, അത് ഞാൻ അതിന്റെ തിരിച്ചകത്തേക്ക് കയറ്റാൻ പറ്റോ പാട്. സ്വാഭാവികം, തിരിച്ചകത്തേക്ക് കയറ്റാൻ പാടാ. ഞാനും കണ്ടിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. ഇന്ന് നിങ്ങൾക്ക് അറിയാലോ, ഇന്ന് ഇവിടെ ഈ പറയുന്ന ക്ലാസ് മൊത്തം എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് 5 വിഷയങ്ങൾ ചുമ്മാ എണ്ണിയിട്ട് അപ്പം പോലെ അങ്ങ് പഠിപ്പിക്കും. അതൊക്കെ പഠിച്ചോളണം ഇവിടെ. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ഹാജർ അങ്ങ് വിളിക്കും. എല്ലാവരും ഹാജർ സർ എന്ന് ഉറക്കെ പറയണം. തോമസ് തോമസ് ഫെഡറിക് ഡിസൂസ. അത് ഞാനാണ്. നിന്റെ അച്ഛന്റെ പേര് കുഞ്ഞുമോനെന്നല്ലടാ. തോമസ് ഫ്രെഡറിക് ഡിസൂസ. ഇതൊക്കെ ഇന്ന് പറഞ്ഞു വരുമ്പോഴേക്കും നേരം വെളുക്കും. അതുകൊണ്ട് ബാബു അത് മതി നിനക്ക്. അത് മതി അത് മതി അത് മതി. അവിടെ അപ്പൊ നീ ഹാജരാണല്ലോ അല്ലേ? അടുത്ത വിളിക്കാണ് ഋഷി ശൃംഗൻ. പ്രസവം സാർ. പ്രസവോ? എന്തോ അല്ല സാറേ, പ്രസന്റ് പറഞ്ഞതാ. നീ ഋഷി ശൃംഗനോ? നിന്റെ പേരോ? സാറേ ഇവൻ മറ്റേ മഴ പെയ്യിപ്പിച്ച ടീമാ. അത് ഞാനല്ല, എന്റെ അപ്പൂപ്പനാ. അപ്പൂപ്പനും കൊള്ളാം, കൊച്ചുമോനും കൊള്ളാം. എന്റെ കർത്താവ്, ഇതൊക്കെ ഞാൻ തന്നെ താങ്ങണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതൊക്കെ പോടെ. ഞാനിപ്പോ ആദ്യം പറഞ്ഞല്ലോ, കുറെ വിഷയങ്ങൾ ഇന്ന് എനിക്ക് എടുക്കാനുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പൊതുവിജ്ഞാനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജനറൽ നോളജ്. അപ്പൊ എല്ലാരും റെഡി അല്ലേ? മണിയായിട്ട് ഉത്തരം പറയണം. വിക്ടോറിയയിൽ ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന സ്ഥലം എവിടെ? അറിയാമോ? മിടുമിടുക്കൻ പറയടാ പറയടാ. അതായത് വിക്ടോറിയയിൽ ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന സ്ഥലം പ്രേമേട്ടന്റെ മീൻ വണ്ടി. ഏത്? നമ്മുടെ പ്രസിഡന്റാ? പുള്ളി നമ്മുടെ മെൽബണിന്നും ബെല്ലാർത്തിന്നും ഒക്കെ എന്തോരം മീനാ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതെന്നറിയോ? പുള്ളിക്ക് തന്നെ കൊടുക്കണം. ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന സ്ഥലം പുള്ളിയുടെ വണ്ടി. കഴിഞ്ഞ ദിവസം ഫ്രഷ് ഉണക്കമീൻ വരെ കൊണ്ടുവന്നേ. എടാ അത് ഫ്രഷ് ഉണക്കമീൻ അല്ല. പിന്നെ അതെന്നാ സംഭവം എന്നറിയോ?
ഈ മെൽബണിന്ന് സംഭവം വരുമല്ലോ ആ. അപ്പൊ ഈ മീൻ വരുന്ന വഴിക്ക് നല്ല ചൂടല്ലേ ആ, ആ. അപ്പൊ ഈ ചൂടത്ത് മീനെല്ലാം കൂടെ അങ്ങ് ഉണങ്ങും. അച്ചോ. അപ്പൊ പുള്ളി ഫ്രഷ് ഉണക്ക മീനാന്നും പറഞ്ഞ് ഇവിടെ അങ്ങ് കൊണ്ട കൊടുക്കുന്നത്. അത് കൊള്ളാം. അല്ല പ്രേമനല്ലേ, എനിക്കറിയാം. കണ്ട് പാലക്കാട് കടലിൽ നിന്ന് മീൻ പിടിച്ചുള്ള പരിചയ. പാലക്കാട് കടലാ. അല്ല അതൊക്കെ പോട്ടെ. ആ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ അടുത്ത ചോദ്യം, ആ. വാദ്യ ഉപകരണങ്ങളുടെ ആ. പിതാവ് എന്നറിയപ്പെടുന്ന കലാകാരൻ ആരാണ്? സാറേ അത് പിന്നെ ഈ ചെണ്ടയൊക്കെ പറ്റുമോ? അല്ല, വാദ്യോപകരണം എന്ന് പറയുന്നത് ചെണ്ടയൊക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രൂപേഷ് നായര്. രൂപേഷ് നായരോ? ആ. അതെങ്ങനെ ശരിയാവടാ? പുള്ളിക്കാരൻ അമ്പല പരിപാടിക്കും പള്ളി പരിപാടിക്കും അസോസിയേഷൻ പരിപാടിക്കും എല്ലാത്തിനും ഈ ചെണ്ട എടുത്തോണ്ട് വരും കൊട്ടാൻ വേണ്ടിയിട്ട്. അതെ, ഇന്നാളുണ്ടല്ലോ സാറേ, പുള്ളി ഈശ്വര പ്രാർത്ഥനയ്ക്ക് പകരം ചെണ്ടമേളം മറന്നു സ്കൂളിന്റെ ജനഗണമന ആടുമ്പോഴത്തേക്ക് അതിന് ചെണ്ട കൂടി കയറ്റാന്നും പറഞ്ഞത് ഇവിടെ എവിടെയോ നിപ്പുണ്ട് പുള്ളിക്കാരൻ. അപ്പുറത്തെ ക്ലാസ്. ചുമ്മാ ഓരോരോ സത്യങ്ങളൊക്കെ വിളിച്ചൊക്കെ പറയാ ഓരോരുത്തരെ പറ്റി. അല്ല അതൊക്കെ പോട്ടെ, നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇനിയിപ്പോ നമുക്ക് കണക്ക് നമുക്ക് പഠിക്കാം. കണക്ക് നമ്മുടെ ഈ പറയുന്ന ഭൂഗോളത്തിന്റെ സ്പന്ദനം അത് കണക്കിലാ. ഒരു പറമ്പില് ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ, ശ്രദ്ധിച്ച് എല്ലാവരും കേട്ടോണം. ശ്രദ്ധിച്ചു തന്നെയായിരിക്കും. ഒരു പറമ്പില് 6 ആടുകൾ ഉണ്ടായിരുന്നു. അതില് 2 ആട് അപ്പുറത്തെ പറമ്പിലേക്ക് പോയി. 2 പോയിന്ന്. അപ്പൊ ഈ പറമ്പിലുള്ള ആടുകളുടെ എണ്ണം എത്ര? സാറേ ഞാൻ പറയാം. അതിപ്പോ പറയടാ. അതായത് ആ പറമ്പിൽ ഒറ്റ ആടും ഉണ്ടാവില്ല. നീ ചോദ്യം കേട്ടില്ല. ഈ പറമ്പില് 6 ആട്, അതിൽ 2 ആട് ഇപ്പുറത്തെ പറമ്പിലേക്ക് പോയി. അപ്പൊ ഇപ്പുറത്തെ ആ പറമ്പിലുള്ള ആടുകളുടെ എണ്ണം എത്ര? ആ പറമ്പിൽ ഒറ്റ ആടും ഉണ്ടാവില്ല. ഇതെന്നെ സംഭവം എന്താണെന്നറിയോടാ? അതായത് ഈ 2 ആടില്ലേ, അത് 2 പെണ്ണാടായിരുന്നേ. അപ്പൊ ഈ 4 മുട്ടന്മാരും കൂടെ അതിന്റെ പുറകെ അങ്ങോട്ട് പോയി. സ്വാഭാവികം, തെറ്റ് പറയാൻ പറ്റത്തില്ല. അടുത്ത ഒരു ചോദ്യം കൂടി ചോദിക്കാൻ പോവാണ്. നമ്മുടെ ഓസ്ട്രേലിയയിലെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന പാട്ടുകാരൻ ആരാണ്? ഓസ്ട്രേലിയയിലെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന പാട്ടുകാരൻ ആരാണ്? ഞാൻ പറയുന്നത് അത് നമ്മുടെ സജിത്തേട്ടൻ. സജിത്തേട്ടൻ പാട്ട് പാടുമ്പോ എന്നാ ഭാവ. ഇന്നാള് പുള്ളി യഹൂദയായിലെ പാടുന്ന കേൾക്കണം. അറിയോ? യഹൂദയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ അതൊക്കെ കേട്ടാണ്ടല്ലോ നമുക്ക് തന്നെ കുളിര് ഒരു. അല്ല സാറേ, പുള്ളി ഭാവഗായകൻ പുള്ളി. അത് കറക്റ്റ് ആണ്, നീ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ നീ ഉത്തരം ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ നിനക്ക് ഞാൻ അടുത്ത ചോദ്യം ഞാൻ നിന്നോടാ ചോദിക്കാൻ പോകുന്നത്. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോളണം. മഴയത്ത് ചിറകു വിടർത്തി ആടുന്ന പക്ഷി ഏതാണ്? മഴയത്ത് ചിറകു വിടർത്തി ആടുന്ന പക്ഷി ഏതാണ്? ഞാൻ മയിലെന്നാ പറഞ്ഞ. സാറേ മയില് മയിലിന് അത്രയും ഗൗരവം വേണ്ട. ഞാൻ തന്നെ പേടിച്ചു പോയി. അതൊക്കെ പോട്ടെ. നമ്മൾ ക്രിസ്മസ് ഒക്കെയാണ് ഇപ്പൊ കടന്നു വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു കരോള് പാട്ട് നമുക്ക് വേണം. ഒരു കരോള് പാട്ടുണ്ടെങ്കിൽ ക്രിസ്മസിന് ഒരു ഓളം ഉണ്ടാവുള്ളൂ. സാറേ ജീവൻ ഒരു പാട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാറേ. അല്ല അതെന്നാ സംഭവം എന്നറിയോ സാറേ? അതായത് ഞാൻ ഭക്തി സാന്ദ്രമായിട്ടിരുന്നപ്പോ ഞാൻ ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. കരോളിന് പാടാൻ പറ്റിയ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഏറ്റുപാടണം. ഓക്കെ ആണല്ലോ? നമ്മൾ ഏറ്റുപാടല്ലേ? വട്ടേപ്പുണ്ടെങ്കിൽ താട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ പോട്ടെ. വട്ടേപ്പമുണ്ടെങ്കിൽ താട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ പോട്ടെ. കേക്കും വൈനുമുണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുത്തോളൂ. കേക്കും വൈനുമുണ്ട്. എന്താടാ ഈ പറയുന്നത്? ഇനി നീ കേക്കും വൈനോ? നീ ബ്രാൻഡി ബിസ്കി എടുക്കുന്ന ക്ലാസ്സിലേക്ക് എന്നാ പൊളിച്ചേനെ. വേണ്ട. പാട്ട് ക്യാൻസൽ. പാട്ട് വേണ്ട. നമ്മുടെ ഇടയിൽ വേറെ എന്ത് കലാപരിപാടി അവതരിപ്പിക്കാനുള്ള ആൾക്കാർ? അതിനേക്കാളും നല്ലതുപോലെ കലാഭവനിയുടെ ആക്ട് ചെയ്യും. ഈ അഭിനയം അതെനിക്ക് ഇഷ്ട. പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചപ്പം എന്നെ മാധവൻ എന്നാ വിളിച്ചിരുന്നത്. കരിഞ്ഞ മാധവൻ. അല്ല നീ കലാഭവമണിയുടെ. അല്ല സാറേ, അത് കലാഭവമണിയുടെ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും ഉണ്ടല്ലോ. ആ സിനിമയിലെ സംഭവം ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടോ? എന്നാ? അതില് മറ്റേ തോമസ് സാറായിട്ടൊരാള് വേണം. അതിനല്ലേ നമ്മുടെ സാറ്
കണ്ടാലും ഒരു മമ്മൂട്ടിയുടെ ലുക്കൊക്കെ ഇല്ലേ? മമ്മൂട്ടി നീ ഏതാ സൂര്യമാനസാണോ ഉദ്ദേശിച്ചത് പൊന്തമ്മാടയാണോ? സൂര്യമാനസം മമ്മൂട്ടി. അഭിനയിക്കാൻ നമ്മളിവിടെ നിൽക്കുകയാണല്ലോ. സാറേ അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? തോമസ് സാറ് അവിടെ നിന്നോണേ. ഈ ഇതൊന്ന് പിടിച്ചോടാ. അപ്പൊ ഞാനിന്ന് പൊളിക്കുമെന്ന്, തോമസ് സാറിന്ന് പൊളിക്കുമെന്ന്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അഭിനയിച്ച് അവിടെ നിന്നാ മതി. അയ്യോ, ഓ കലാഭവൻ വരവ് കണ്ട. ഓ എന്റെ പൊന്നോ, എന്നാ ഭാവാഭിനയം. ഓ, ഓ, ഓ എന്നാ അയ്യോ, നീ എന്താണ് എന്നെ കൊല്ലാൻ നോക്കുന്നോടാ? കൊടുത്തതാണല്ലേ. സാറേ ഞാൻ മരിച്ചു കിടന്ന് അഭിനയിക്കുന്നതാണോ സാറേ? ഇതേതാ യുദ്ധഭൂമിയിൽ പഠനം? എവിടെ നീ? നിന്റെ അപ്പം വരുന്നടാ. അപ്പാ വാ വാ. അല്ല, ഇത് നിന്റെ അപ്പനാണോ ഇത്? നിനക്ക് അങ്ങനെ തന്നെ വേണം, പുള്ളിക്ക് അങ്ങനെ തന്നെ വേണം. വാ, ഞാൻ നിങ്ങളെ കാണാൻ നോക്കിയിരിക്കുകയായിരുന്നു. വാ, കേറി വാ. ഞാനും എൻ്റെ പിള്ളേരും കൂടെ ചെറിയ നിങ്ങളോട് പറയാ. സാറെന്നെ വിളിപ്പിച്ചെന്ന് കേട്ടു. നിങ്ങളുടെ പയ്യൻ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അവനെ പറ്റി. സാറ് പറ, എന്തിനാ എന്നെ വിളിപ്പിച്ചേ? നമ്മൾക്ക് ഒരു കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു സംഗതി. അതാണ് ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത്. അപ്പം കൃത്യം 9 മണിക്ക് നമ്മുടെ സ്കൂള് ഇവിടെ തുടങ്ങുന്ന ഇവൻ ഇന്ന് വന്നത് കൃത്യം 9:30-ക്കാണ്. ഒരു കൃത്യനിഷ്ഠ എന്ന് പറയുന്ന സംഗതി ഇവിടെ സീരിയസ് ആയിട്ട് ഞങ്ങൾ വലിയ ആൾക്കാർ വർത്തമാനം പറയുന്നത് കാണുന്നില്ല. അപ്പൊ കൃത്യസമയം ഇവൻ പാലിക്കത്തേ ഇല്ല. കൃത്യം 9 മണിക്ക് വരത്തില്ല. ഒന്ന് നിന്ന് ഒരു മിനിറ്റ്. 9:30 ഒരു കൃത്യസമയല്ലേ? ആണല്ലോ. 9:30 കൃത്യസമയം സാറേ. 9:30 കൃത്യസമയം. 9:30 കൃത്യസമയം. സാർ ഒരുമാതിരി കുറ്റം കണ്ടുപിടിക്കേണ്ട എന്റെ പയ്യനെ കുറ്റം പറയരുത്. അല്ല, 9:30 കൃത്യസമയം അതല്ല സാറ് അത് പോട്ടെ, സാറ് കാര്യത്തിലോട്ട് പോയി. എന്താണ് എന്റെ മോന്റെ പ്രശ്നം? നിങ്ങളുടെ മോന്റെ കാര്യമുണ്ടല്ലോ, എന്തും പറയാതിരിക്കുക. അവൻ പോക്കാ. ഈ പോക്കാ എന്ന് പറയാനുള്ള കാരണം? അവൻ രക്ഷപ്പെടത്തില്ല, അത്രയും തന്നെ. നമ്മളൊക്കെ പഠിപ്പിക്കുന്നത് വെറുതെ ആന്നേ. സാറൊന്ന് തിരിഞ്ഞേ, ഒന്നിങ്ങോട്ട് തിരിഞ്ഞേ. സാറല്ലേ ഇന്നലെ ദാക്ഷായണി ബാറിന്റെ മുന്നിൽ അടിച്ച് പിപ്പിരിയായി കിടന്നേ? സാറ് ദാക്ഷായണി ബാറിന്റെ എടോ, താൻ അടിച്ച് ഓഫായി കിടന്നപ്പോ തന്നെ വീട്ടിലെത്തിച്ച ഞാനാടോ എന്നെ? ദാക്ഷായണി ബാറിൽ ഇന്നലെയോ? അതെല്ലോ. സാറ് നല്ല വീലാട്ടോ. അതെ, കറക്റ്റ് പാടുണ്ട്. താൻ തന്നെ. ഇയാളാണോ എന്നെ ഇന്നലെ ഓട്ടോയിൽ കേട്ടു? ഞാൻ സുഗതൻ. അയ്യോ സുഗതേട്ടൻ, ചേട്ടന്റെ മോനുണ്ടല്ലോ. ഡോക്ടറാ, ഭാവിയിലെ ഡോക്ടറാ. എനിക്കറിയാം. അതെ, സാറും അവർ രണ്ടുപേരും സെറ്റായി. അപ്പൊ നമ്മുടെ കാര്യം ഗോവിന്ദ. നമ്മുടെ പുതിയ തലമുറയ്ക്ക് മാതൃകയും വഴികാട്ടിയും ആകേണ്ട 2 വിഭാഗമാണ് നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും. അപ്പോൾ മാതാപിതാക്കളും അധ്യാപകരും തീർച്ചയായിട്ടും നല്ലൊരു ടെസ്റ്റിമണി നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർ നേരായിട്ടുള്ള വഴിക്ക് നടക്കുകയുള്ളൂ. അതിനായിട്ട് നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയൊരു മെസ്സേജോടുകൂടി ഞങ്ങൾ തീപ്പന്തം ബോയ്സ് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.